അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നല്ല ടേസ്റ്റിൽ നമുക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നോക്കാം. അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെറിയൊരു കോളിഫ്ലവർ എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അത് നല്ല ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാനൊരു 4 ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ശേഷം അതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു പകുതി വേവാക്കിയിട്ട് വെച്ചിട്ടുള്ളൂ. പകുതി വേവാക്കി വെച്ചാൽ മതി. ബാക്കി നമ്മൾ മസാലയൊക്കെ റെഡിയാക്കി അതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കും. അപ്പോൾ ഇത്രയാണ് ഞാൻ വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ ബിരിയാണിയുടെ മസാല റെഡിയാക്കി എടുക്കാം. അതിനൊരു പാൻ ചൂടാക്കിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഒരു 3 വെല്ലുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 4 പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു 6 അല്ലി വലിയ വെളുത്തുള്ളി, 2-3 പീസ് പട്ട, 2 കറാമ്പൂ, അതുപോലെ 2 ഏലക്ക. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ എല്ലാം പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മതി, ഒരുപാടൊന്നും ചേർക്കേണ്ട. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഞാനൊരു 2 തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തക്കാളിയാണ്, ഒരു മീഡിയം സൈസുള്ള 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതെല്ലാം നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. തക്കാളി വഴറ്റുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തൈരിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ പകുതി വേവിച്ച് വെച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ് അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ നമ്മൾ വേവിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല ചൂടുള്ള വെള്ളത്തിൽ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് അത് ചൂടറിയ ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചക്കറി ഒരു പകുതി വേവാക്കി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ കോളിഫ്ലവർ നമ്മൾ വേവിച്ചിട്ടുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് ഗ്യാസ് ഒന്ന് സ്പീഡ് കുറച്ച് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ചോറ് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ ചോറ് റെഡിയാക്കാനായിട്ട് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. നെയ്യ് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2-3 പീസ് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 കറാമ്പൂ, 2 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ഉള്ളിയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്, ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത കപ്പ് 1 കിലോൻ്റെ കപ്പിൽ 1 കപ്പ് അരിക്ക് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ അരി എടുത്ത കപ്പിന് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരി കൂടെ ഇട്ട് കൊടുക്കാം. അരി ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ അരിയിട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അരി വേവുന്ന സമയം കൊണ്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ. എന്നിട്ട് അതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളി ഫ്രൈ ആയ ശേഷം അതൊന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു.
അതും എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നിട്ട് ബ്രെഡ് ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഗ്യാസ് സ്പീഡ് കൂട്ടിയിട്ട് തന്നെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കുടിച്ച് പോകും സ്പീഡ് കുറച്ച് വെച്ചാൽ. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബ്രെഡ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ ഉള്ളി അണ്ടിപ്പരിപ്പ് ഇതൊന്നും വേണമെന്ന് നിർബന്ധമില്ല. നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചോറ് ഒരു 1/4 ഭാഗം വേവായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു പച്ചമുളക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റബിൾ മസാല ദം ചെയ്തെടുക്കാനുള്ള ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് 1/4 ഭാഗം വേവിച്ച് വെച്ച ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പശു നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി പകുതി നമുക്ക് ചോറ് വിളമ്പുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് ഉള്ളി ഫ്രൈ ആക്കിയതും അണ്ടിപ്പരിപ്പും അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഫോയിൽ ഉപയോഗിച്ചിട്ട് എല്ലാ സൈഡും ഇതുപോലെ ഇതാക്കി കൊടുത്തിട്ട് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഗ്യാസ് സ്പീഡ് കുറച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡും അതുപോലെ ഉള്ളി അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.